Dear students, in this section we are discussing some reasonable MCQs from cell cycle and cell division. Okay, അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് സെൽ ഡിവിഷൻ? ഒരു സെല്ല് എന്തിന് ഡിവൈഡ് ചെയ്യണം? അതായത് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് എവരി ഓർഗാനിസം ഡിപ്പെൻഡ്സ് ഓൺ സെൽ ഡിവിഷൻ ആൻഡ് സെൽ എൻലാർജ്മെൻറ്റ്. അപ്പോൾ സെൽ ഡിവിഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഗ്രോത്തും അതുപോലെ തന്നെയാണ് റീപ്രൊഡക്ഷനും. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യണം, അത് പാരൻ്റ് സെല്ലിനെ പോലെയാകണം. അതാണ് സെൽ എൻലാർജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഗ്രോത്തും അതുപോലെ തന്നെ റീപ്രൊഡക്ഷനും പോസിബിൾ ആകുന്നത്. അപ്പോൾ ഹ്യൂമൻ ബോഡി, അതായത് സാധാരണ ഒരു ഓർഗാനിസം എടുത്തു കഴിഞ്ഞാൽ ബോഡിയിൽ there are two types of cells, somatic cells and reproductive cells. അതിൽ സൊമാറ്റിക് സെല്ലിൽ നടക്കുന്ന സെൽ ഡിവിഷനാണ് മൈറ്റോസിസ്. റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ മിയോസിസ് എന്നും പറയും. അപ്പം നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എല്ലാ സെൽസിലും 46 ക്രോമസോംസ് ഉണ്ട്. അതായത് നമ്മൾ ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ പാരൻസിൻ്റെ കേസിൽ നിന്ന്, അതായത് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് 23 ക്രോമസോംസും മദറിൻ്റെ കയ്യിൽ നിന്ന് 23 ക്രോമസോംസും കിട്ടും. അപ്പോൾ അതിങ്ങനെ പെയറായിട്ടാണ് കാണുന്നത്. ആ പെയറിങ്ങിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പെയേഴ്സിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കും. അങ്ങനെ ടോട്ടൽ 46 ക്രോമസോംസാണ്. 23 ഫ്രം ഫാദർ, 23 ഫ്രം മദർ. അപ്പോൾ സൊമാറ്റിക് സെൽസ്, അത് ബോഡി സെൽസ് നടക്കുന്ന സെൽ ഡിവിഷനെ മൈറ്റോസിസ് എന്ന് വിളിക്കും. റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്ന ഡിവിഷനെ മിയോസിസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഹ്യൂമൻ സൊമാറ്റിക് സെല്ലാണ്. അവിടെ മൈറ്റോസിസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടുത്തെ ക്രോമസോം നമ്പർ 2n, ഡിപ്ലോയിഡ് 46 ആണ്. അപ്പോൾ ഒരു മൈറ്റോസ് കഴിയുമ്പോൾ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും വിത്ത് സെയിം നമ്പർ ഓഫ് ക്രോമസോംസ്. അതായത് ആസ് എ റിസൾട്ട് ഓഫ് മൈറ്റോസിസ് 2 ഡോട്ടർ സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് വിച്ച് ആർ ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഇക്വേഷണൽ സെൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകും. ഇനി ഈ മൈറ്റോസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് ഗ്രോത്ത് പോസിബിൾ ആകണമെങ്കിൽ മൈറ്റോസിസ് നടക്കണം. അതുപോലെ റീപ്രൊഡക്ഷൻ, അത് യൂണിസെല്ലാർ ഫോംസിലാണ് റീപ്രൊഡക്ഷൻ്റെ കേസ് വരുന്നത്. അപ്പോൾ യൂണിസെല്ലാർ ഫോം എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽ. അപ്പോൾ ഒരു ഡിവിഷൻ നടക്കുമ്പോൾ 2 ഡോട്ടർ സെൽസ് ഉണ്ടാക്കും. അപ്പോൾ അത് സെൽ ഡിവിഷനുമാണ്, അത് തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ, അത് തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത്. അപ്പോൾ യൂണിസെല്ലാർ ഫോംസിൽ സെൽ ഡിവിഷൻ തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ, സെൽ ഡിവിഷൻ തന്നെയാണ് അതിൻ്റെ ഗ്രോത്ത്. പിന്നെ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 120 days ആണ്. അത് കഴിയുമ്പോൾ പുതിയ ഫോംസ് വരണം. അതുപോലെ നമ്മുടെ ബോഡിയിൽ സ്കിന്നൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവിടെ പുതിയ സെൽസ് ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാം വരുന്നത് റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് എന്ന ഹെഡിങ്ങിലാണ്. പിന്നെ വരുന്നത് ടു റീസ്റ്റോർ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. അപ്പോൾ സെല്ല് എൻലാർജ് ചെയ്ത് വരുമ്പോൾ ഒരു പീരീഡ് കഴിയുമ്പോൾ ആ ന്യൂക്ലിയസിന് ആ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോഴാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുക. എന്ത്? ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ ഇൻ യൂണിസെല്ലാർ ഫോംസ്, റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ്, പിന്നെ റീസ്റ്റോർ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. അപ്പോൾ ഇതാണ് മൈറ്റോസിസ്. അതിനെ ഇക്വേഷണൽ സെൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. കാരണം 2 ഡോട്ടർ സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 2 ഡോട്ടർ സെൽസും ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഐഡൻറ്റിക്കൽ ആയിരിക്കും. നെക്സ്റ്റ് മിയോസിസ്. മിയോസിസ് നടക്കുന്നത് റീപ്രൊഡക്റ്റീവ് സെൽസിലാണ് നടക്കുന്നത്. അപ്പോൾ മിയോസിനെ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. കാരണം അതിൻ്റെ ഡോട്ടർ സെൽസിൽ ക്രോമസോം നമ്പർ ഹാഫ് ആകുന്നു. ഇവിടെ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സെൽ, അതിലും ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ തന്നെയാണ് 2n46. അപ്പോൾ മിയോസിസിൽ 2 ഡിവിഷൻസ് ഉണ്ട്, മിയോസിസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്.
അപ്പോൾ ഇതിൽ മിയോസ് ഫസ്റ്റിൽ 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ 2 ഡോട്ടർ സെൽസിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് കാണുന്നത്. അപ്പോൾ മിയോസ് ഫസ്റ്റാണ് ആക്ച്വലി റിഡക്ഷൻ ഡിവിഷൻ. ഇനി ആ സെൽസിൽ സെക്കൻഡ് മിയോസിസ് നടക്കുന്നു. അങ്ങനെ 4 ഡോട്ടർ സെൽസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 4 ഡോട്ടർ സെൽസും ഏതുപോലെയാണ്? മൈറ്റോട്ടിക് ഡിവിഷൻ്റെ റിസൾട്ട് പോലെയാണ്. അപ്പോൾ മിയോസിസ് ഫസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ റിഡക്ഷൻ ഡിവിഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇക്വേഷൻ ഡിവിഷൻ അല്ലെങ്കിൽ ടിപ്പിക്കൽ മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. അങ്ങനെ 4 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ് 4 ഡോട്ടർ സെൽസ് വിത്ത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൈറ്റോസിലാണെങ്കിൽ 2 ഡോട്ടർ സെൽസ്, ഇവിടെ 4 ഡോട്ടർ സെൽസ്. ഈ ഡോട്ടർ സെൽസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാമീറ്റ്സ്. ഇനി സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. അതുപോലെ തന്നെ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ മിയോസിസ് വഴിയാണ് ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇതാണ് എവല്യൂഷണറി പീരീഡിൽ എന്താണ് പുതിയ സ്പീഷീസിന് അല്ലെങ്കിൽ സ്പീസിയേഷന് കാരണമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റോസായി മിയോസായി. ഇനി മൈറ്റോസിൻ്റെ കേസിൽ ഒരു സെല്ല് 2 ഡോട്ടർ സെല്ലാകുന്നു. ഈ പീരീഡിനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് വിളിക്കും. ഇനി അതിൽ വീണ്ടും ഡിവിഷൻ നടക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സൊമാറ്റിക് സെൽ സൈക്കിൾ എന്ന് വിളിക്കും. എന്താണ് സൊമാറ്റിക് സെൽ സൈക്കിൾ? അതേസമയം റീപ്രൊഡക്റ്റീവ് സെല്ലിൽ ഈ ഗ്യാമീറ്റ്സിൽ പിന്നെ ഫർദർ ഡിവിഷൻ ഇല്ല. അതേസമയം ഇവിടെ എന്താണ് മൈറ്റോസ് നടക്കുന്ന ഈ ഡോട്ടർ സെൽസിൽ വീണ്ടും ഫർദർ ഡിവിഷൻ ഉണ്ട്. ഇവിടെ ഡിവിഷൻ ഇല്ല. അപ്പോൾ സൊമാറ്റിക് സെൽസിൽ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സൊമാറ്റിക് സെൽ സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ സൊമാറ്റിക് സെൽ സൈക്കിളിൽ പ്രധാനമായിട്ട് 2 ഫേസസ് ആണ്. ഒന്ന് ഇൻ്റർഫേസ്, മറ്റൊന്ന് മൈറ്റോട്ടിക് അല്ലെങ്കിൽ എം ഫേസ്. അപ്പോൾ ആ ടോട്ടൽ ടൈമിൻ്റെ മേജർ പോർഷൻ, അതായത് മോർ ദാൻ 95% ടൈമും കൺസ്യൂം ചെയ്യുന്നത് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ആ ഇൻ്റർഫേസിൽ ഒരു സെല്ല് 2 ആകണം. അതിലേക്കുള്ള മെറ്റീരിയൽസ്, അതിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേജാണ് ഇൻ്റർഫേസ്. അതുകൊണ്ടാണ് ഇൻ്റർഫേസിന് പ്രിപ്പറേറ്ററി ഫേസ് എന്ന് വിളിക്കും. അതിനകത്ത് 3 സബ് സ്റ്റേജസ് ഉണ്ട്. അതായത് G1, S ആൻഡ് G2. എന്തൊക്കെയാണ്? G1, S ആൻഡ് G2. ഇതാണ് 3 സബ് സ്റ്റേജസ് ഓഫ് ഇൻ്റർഫേസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ്. അതാണ് പീരീഡ് ഓഫ് സെൽ ഡിവിഷൻ. അത് ടോട്ടൽ ടൈമിൻ്റെ ലെസ് ദാൻ 5% ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസിൽ G1, S ആൻഡ് G2. അതായത് ഈ G1 ആൻഡ് G2 എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് പീരീഡ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫേസ് എന്നാണ്. അതായത് എമ്മിനും എസിനും ഇടയ്ക്കുള്ള ഫസ്റ്റ് ഗ്യാപ്പ്, അതുപോലെ എന്താണ് എമ്മിനും എസിനും ഇടയ്ക്കുള്ള സെക്കൻഡ് ഗ്യാപ്പ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്യാപ്പ് അല്ലെങ്കിൽ അതിനെ ഗ്രോത്ത് എന്നും പറയാറുണ്ട്. അതാണ് G1. രണ്ടാമത്തത് G2. ഇനി ഈ ഇൻ്റർഫേസിലെ G1, S അതുപോലെ G2 നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്. ഒരു സെല്ല് 2 ആകും. അതായത് ഇപ്പോൾ ഇവിടെ സെല്ല് 2 ആകും. ഈ സെല്ല് 2ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കും. അത് വീണ്ടും പാരൻ്റ് സെല്ലിൻ്റെ സൈസിലെത്തണം. അതിനെയാണ് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പീരീഡ് ഓഫ് സെൽ ഗ്രോത്ത് അത് നടക്കുന്നത് G1-ലാണ്. അതുപോലെ ഹൈ മെറ്റാബോളിക് ആക്ടിവിറ്റി ഉള്ള പീരീഡും G1 ആണ്. അപ്പോൾ G1-ൻ്റെ പ്രത്യേകതകൾ: ഒന്ന് പീരീഡ് ഓഫ് സെൽ ഗ്രോത്ത്, സെക്കൻഡ് ഹൈ മെറ്റാബോളിക് ആക്ടിവിറ്റി. അത് കഴിഞ്ഞ് എസ് ഫേസ്. അവിടെ പ്രധാനപ്പെട്ട 3 ഈവൻറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് റെപ്ലിക്കേഷൻ ഓഫ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ദെൻ സിന്തസിസ് ഓഫ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ബേസിക് പ്രോട്ടീൻസ് അസോസിയേറ്റഡ് വിത്ത് DNA ആണ്. അപ്പോൾ അത് സിന്തസൈസ് ചെയ്യുന്നു. പിന്നെ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? റെപ്ലിക്കേഷൻ ഓഫ് DNA, സിന്തസിസ് ഓഫ് ഹിസ്റ്റോൺസ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രിയോൾ. ഇതാണ് എസ് ഫേസിൽ കാണുന്നത്. അടുത്ത് G2. അവിടെ സെൽ ഗ്രോത്ത് ഇവിടുത്തെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. ഇതാണ് G2 ഫേസിൽ വരുന്നത്. ഇനി ഈ G1 ഫേസിൽ വരുന്ന ഒരു
മെറ്റാബോളിക്കലി ആക്റ്റീവ് ബട്ട് ഡസ് നോട്ട് ഡിവൈഡ്, അല്ലെങ്കിൽ പ്രോലിഫറേറ്റ്, അങ്ങനെ ഒരു ഫേസ്. അത് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും കാണില്ല. അങ്ങനെയുള്ള ഒരു ടെമ്പററി സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് G0. ഇനി അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ് ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി അടുത്ത് മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ എം ഫേസ്. അവിടെ 2 ഈവൻസ് ആണ്, കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് മീൻസ് ന്യൂക്ലിയർ ഡിവിഷൻ. അവിടെ 4 ഫേസസ് വരും: പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. സൈറ്റോകൈനസിസ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. ഓക്കെ, സൊമാറ്റിക് സെൽ സൈക്കിൾ. അപ്പോൾ അതിനകത്ത് 2 പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് പറഞ്ഞു: കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് മീൻസ് ന്യൂക്ലിയർ ഡിവിഷൻ, സൈറ്റോകൈനസിസ് മീൻസ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പോൾ അതിൽ കാരിയോകൈനസിസ് ആണ് പറയുന്നത്. അപ്പോൾ കാരിയോകൈനസിസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഡിവിഷൻ. അത് 4 സ്റ്റേജസ് ഉണ്ട്: പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഓക്കെ, അതിൽ പ്രോഫേസ് നടക്കുന്ന ഈവൻറ്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഇൻ്റർഫേസ് ന്യൂക്ലിയസിൽ ക്രോമസോംസ് നെറ്റ്വർക്ക് പോലെയാണ് കാണുന്നത്. ആ നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് മാറും. ആദ്യം അതിലൊരു നടുക്കൊരു പ്രൈമറി കൺസ്ട്രക്ഷൻ ഉണ്ട്, അതിനെ സെൻട്രോമിയർ എന്ന് വിളിക്കും. 2 സൈഡിലും കാണുന്ന സ്ട്രക്ചേഴ്സിനെ ആം എന്ന് വിളിക്കും. ഓക്കെ, അത് ഉടനെ തന്നെ ആ സെൻട്രോമിയർ ഒഴിച്ചുള്ള ഭാഗം, അതായത് ആംസ് ലോഞ്ചിറ്റ്യൂഡിനെ ഡിവൈഡ് ചെയ്ത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും. അതായത് അതിനെ കാണുന്നത് ഇങ്ങനെയാണ്: 1, 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആയിട്ട് മാറും. നടുക്കുള്ള സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രോമിയർ അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ. അതിന് 2 സൈഡിലെ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് കൈനെറ്റോകോർ. അതായത് സെൻട്രോമിയറിന് 2 സൈഡ്സിലായിട്ട് കാണുന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്, അതാണ് കൈനെറ്റോകോർ. അപ്പോൾ ഈ പ്രോഫേസ് എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് നടക്കുന്നത്? ഫസ്റ്റ് ഈവൻ്റ് എന്ന് പറയുന്നത് ഈ ക്രൊമാറ്റിൻ എന്തായിട്ട് മാറുന്നു? കണ്ടൻസ് ചെയ്ത് ക്രോമസോമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് എ സെൻട്രോമിയർ വിത്ത് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഓക്കെ, അടുത്തത് ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസ്, അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ സെൽ ഓർഗൻസ് എല്ലാം തന്നെ ഡിസപ്പിയർ ചെയ്യും. അതേസമയം പോർസിൽ സെല്ലിൻ്റെ 2 സൈഡിലും സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. അപ്പോൾ ക്രൊമാറ്റിൻ ക്രോമസോമായിട്ട് മാറുന്നു, ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ് അതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഡിസപ്പിയർ ചെയ്യുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ട് പ്രോഫേസിൽ കാണുന്നത്. അടുത്ത ഫേസാണ് മെറ്റാഫേസ്. അപ്പോൾ ഈ മെറ്റാഫേസിൽ ക്രോമസോംസ് മാക്സിമം കണ്ടൻസ് ചെയ്ത് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഐഡിയൽ സ്റ്റേജ് ടു സ്റ്റഡി ക്രോമസോം മോർഫോളജി. അപ്പോൾ ക്രോമസോം മോർഫോളജി സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്റ്റേജ് എന്ന് പറയുന്നത് മെറ്റാഫേസ് ആണ്. ഇനി ആ മെറ്റാഫേസ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ ക്രോമസോംസ് എല്ലാം തന്നെ ഡിവൈഡ് ചെയ്യുന്ന സെല്ല് ഇക്വേറ്ററിൽ വന്ന് അറേഞ്ച് ചെയ്യും. കണ്ടോ, ഇക്വേറ്റർ. ഇപ്പോൾ ഇത് ഒരു 4 ക്രോമസോമുള്ള ഒരു സെല്ലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ 4 ക്രോമസോംസ് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഇക്വേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം ഇത് മെറ്റാഫേസ് ആണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഐഡിയൽ സ്റ്റേജ് ടു സ്റ്റഡി ക്രോമസോം മോർഫോളജി. ഓക്കെ, ഇതാണ് മെറ്റാഫേസ്. ഇനി അടുത്തത് ആനാഫേസ്. ആനാഫേസ് എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ ആം ഡിവൈഡ് ചെയ്തിട്ടാണ് ക്രൊമാറ്റിഡ്സ് ഫോം ചെയ്തത്. ഒരു ക്രോമസോമിൽ 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് കാണും. ആനാഫേസിൽ ആ പ്രൈമറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻട്രോമിയറും ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ക്രോമസോം, അതായത് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സുള്ള ഒരു ക്രോമസോം 2 ഡോട്ടർ ക്രോമസോമായിട്ട് മാറും. അതാണ് ആനാഫേസിൻ്റെ പ്രത്യേകത. അപ്പോൾ ആനാഫേസിലാണ് സെൻട്രോമിയർ ലോഞ്ചിറ്റ്യൂഡിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ കണ്ടോ, ഇവിടെ ഈ ഫിഗറിൽ കാണുന്നത് പോലെ, അതായത് സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോം സ്പ്ലിറ്റ് ലോഞ്ചിറ്റ്യൂഡിനലി
and as a result 2 daughter chromosomes are formed which move to opposite poles. ഇതാണ് അനാഫേസ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ടീലോഫേസ്. അപ്പോൾ ടീലോഫേസ് എന്ന് പറയുമ്പോൾ പ്രോഫേസിൽ എന്താണോ നടന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ടീലോഫേസിൽ. അതുകൊണ്ടാണ് റിവേഴ്സൽ ഓഫ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഒപ്പം ഈ ഡോട്ടർ ക്രോമസോംസ് എല്ലാം തന്നെ ഓപ്പോസിറ്റ് പോൾസിലോട്ട് വന്ന് അറൈവ് ചെയ്യും. അതാണ് എഴുതിയിരിക്കുന്ന അറൈവൽ ഓഫ് daughter chromosomes at the respective poles as that of parent cell. പാരന്റ് സെല്ലിൽ എത്ര ക്രോമസോമാണ് ഉള്ളത് അതുപോലെ ക്രോമസോംസ് 2 ഓപ്പോസിറ്റ് പോൾസിലോട്ടായിട്ട് വന്ന് ചേരും. അതായത് പാരന്റ് സെല്ലിൽ 4 ക്രോമസോം ആണെങ്കിൽ ഈ 2 ഡോട്ടർ സെൽസ് 4 ക്രോമസോംസ് വെച്ച് കാണും. അതാണ് അതിൻ്റെ മീനിങ്. ഒപ്പം ക്രോമസോംസ് എന്തായിട്ട് മാറും? വീണ്ടും ക്രൊമാറ്റിനായിട്ട് മാറും, നെറ്റ്വർക്ക് പോലെയായിട്ട് മാറും. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയസ് അതുപോലെ സ്ട്രക്ചേഴ്സും റീഅപ്പിയർ ചെയ്യും, സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ പ്രോഫേസുള്ള കാര്യങ്ങൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് ടീലോഫേസ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് മൈറ്റോസിസം അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസിലെ ന്യൂക്ലിയർ ഡിവിഷൻസിൽ വരുന്ന ഈവൻസ്. ഓക്കെ, ഇതിനെ ഫോളോ ചെയ്തിട്ടാണ് സൈറ്റോകൈനസിസ് വരുന്നത്. സൈറ്റോകൈനസിസ് ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അപ്പോൾ പ്ലാന്റ് സെല്ലുണ്ട്, ആനിമൽ സെല്ലുണ്ട്. അപ്പോൾ പ്ലാന്റ് സെല്ല് കേസിൽ അവിടെ സെൽ പ്ലേറ്റ് ഫോം ചെയ്യും. ഈ സെൽ പ്ലേറ്റ് ആണ് പിന്നെ എന്തായിട്ട് മാറുന്നത്? സെൽ വോളായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ, അതായത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് സെൽ പ്ലേറ്റിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഫ്രം സെൻറ്റർ ടുവേഴ്സ് പെരിഫറിയാണ്. 2 സൈഡിലോട്ടാണ് ഡയറക്ഷൻ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് സെൽ പ്ലേറ്റ് ഫോർമേഷൻ്റെ ഡയറക്ഷനാണ് ഫ്രം സെൻറ്റർ ടുവേഴ്സ് പെരിഫറി. അതേസമയം ആനിമൽ സെൽസിൽ അവിടെ ക്ലീവേജ് ഫറോ, അവിടെ സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നതിന് പകരം ആ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ ഫോർമേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ക്ലീവേജ് ഫറോ. അത് പെരിഫറിയിൽ നിന്ന് സെൻട്രലിലോട്ടാണ്, പെരിഫറിയിൽ നിന്ന് സെൻട്രലിലോട്ട്. അപ്പോൾ സെൽ പ്ലേറ്റ് ഫോർമേഷൻ്റെ ഡയറക്ഷൻ സെൻട്രലിൽ നിന്ന് പെരിഫറിയിലോട്ടും, ആനിമൽ സെല്ലിലെ ഫ്രം പെരിഫറി ടുവേഴ്സ് സെൻറ്റർ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ് മിയോസിസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു മിയോസിസ് റീപ്രൊഡക്റ്റീവ് സെല്ലാണ് നടക്കുന്നത്. അവിടെ 2 സ്റ്റേജസ് ഉണ്ട്. മിയോസിസ് ഫസ്റ്റ്, മിയോസിസ് സെക്കൻഡ്. അതിൽ ആക്ച്വൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്ന മിയോസിസ് ഫസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് 4 ഫേസസ്: പ്രോഫേസ് 1, മെറ്റാഫേസ് 1, ആനാഫേസ് 1, ടീലോഫേസ് 1. ഇതിൽ പ്രോഫേസ് 1 അതാണ് ലോങ്ങസ്റ്റ് ആൻഡ് മോർ കോംപ്ലക്സ് ഫേസ് ഓഫ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ പ്രോഫേസ് 1 ആണ്. ഈ പ്രോഫേസ് 1-നകത്ത് 5 സബ് സ്റ്റേജസ് ഉണ്ട്. അതായത് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസ്. ഇതാണ് 5 സബ് സ്റ്റേജസസ്. അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. അപ്പോൾ മിയോസ് ഫസ്റ്റ് കഴിയുമ്പോൾ 2 ഡോട്ടർ സെൽസ് ആണ് ഫോം ചെയ്യുന്നത്, 2 ഡോട്ടർ സെൽസ്. നമ്മളതിനെ ഡയാഡ് ഓഫ് സെൽസ് എന്ന് വിളിക്കും. അത് കഴിയുമ്പോൾ മിയോസ് സെക്കൻഡ്. അത് ടിപ്പിക്കൽ മൈറ്റോട്ടിക് ഡിവിഷനാണ്. അതായത് അതുകൊണ്ടാണ് നിക്യോഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, ആനാഫേസ് 2, ടീലോഫേസ് 2. അതായത് പ്രോഫേസ് 2 എന്ന് വെച്ചാൽ അത് പ്രോഫേസ് പോലെ തന്നെയാണ്, മെറ്റാഫേസ് 2 എന്ന് വെച്ചാൽ മെറ്റാഫേസ് പോലെ തന്നെ, ആനാഫേസ് 2 എന്ന് വെച്ചാൽ ആനാഫേസ് പോലെ തന്നെയാണ്, ടീലോഫേസ് 2 എന്ന് വെച്ചാൽ ടീലോഫേസ് പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ടിപ്പിക്കൽ മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ മിയോസ് ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്കുള്ള പീരീഡ് അതിനാണ് ഇൻ്റർ കൈനസിസ് എന്ന് പറയും. അതേസമയം ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ 2 മൈറ്റോസിസിനിടയ്ക്കുള്ളതാണ് ഇൻ്റർഫേസ്. അവിടെയാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻ്റർ കൈനസിസ് എന്ന് പറയുമ്പോൾ പീരീഡ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. പക്ഷെ അവിടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. ഇൻ്റർഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യും, ഇൻ്റർ കൈനസിസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പ്രോഫേസ് 1
അപ്പോൾ പ്രോഫേസ് 1-ൽ 5 സബ്സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനോസിസ്. അപ്പോൾ ഓരോന്നിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഈവൻറ്റ്സ്. അല്ല, ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ, അതായത് പ്രോഫേസിൽ, മൈറ്റോസിസിൽ പ്രോഫേസിൽ നടന്ന എല്ലാ ഈവൻസും പ്രോഫേസ് 1-ലും നടക്കും. പ്ലസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് കൂടെ പ്രോഫേസ് 1-ൽ നടക്കും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെപ്റ്റോട്ടീൻ അവിടെ വേറൊന്നുമല്ല, ക്രൊമാറ്റിൻ എന്തായിട്ട് മാറുന്നു? ക്രോമസോമായിട്ട് മാറുന്നു. ക്രൊമാറ്റിൻ എന്തായിട്ട് മാറും? ക്രോമസോമായിട്ട് മാറും. ഒരു ക്രോമസോം എന്ന് പറയുമ്പോൾ സെൻട്രോമിയർ വിത്ത് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ്. ഇത്ര മാത്രമാണ് ലെപ്റ്റോട്ടീനിൽ നടക്കുന്നത്. അടുത്ത ഫേസ് സൈഗോട്ടീൻ. അവിടെ ഈ ക്രോമസോംസിൻ്റെ പെയറിംഗ് നടക്കും. അതായത് ഹോമോലോഗസ് ക്രോമസോംസ്. അത് നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട്. 23 ഫ്രം ഫാദർ, 23 ഫ്രം മദർ. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ അച്ഛൻ്റെ 1-ാമത്തെ ക്രോമസോമും അതിന് ഇക്വലൻ്റായിട്ട് അമ്മയുടെ 1-ാമത്തെ ക്രോമസോംസും ഉണ്ട്. അവ തമ്മിലുള്ള പെയറിങ്, അതായത് പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്, അതിന് പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സിനാപ്സിസ്. സിനാപ്സിസ് മീൻസ് പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ ഒരു സിനാപ്സിസിൽ 2 ക്രോമസോംസ് കാണും, 2 ക്രോമസോംസ്, സോ കാൾഡ് ബൈവാലൻ. 2-ലും കൂടെ 4 ക്രൊമാറ്റിഡ്സ് ഉണ്ട്, സോ കാൾഡ് ടെട്രാ. അപ്പോൾ സിനാപ്സിസ് മീൻസ് പെയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അത് 2 ക്രോമസോംസ് ഉള്ളത് കൊണ്ട് ബൈവാലൻ്റ്, 2-ലും കൂടെ 4 ക്രൊമാറ്റിഡ്സ്, 4 ക്രൊമാറ്റിഡ്സ് ഉള്ളത് കൊണ്ട് ടെട്രാ. ഇനി ഈ ഹോമോലോഗസ് ക്രോമസോംസിനിടയിലായിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ, അതിന് പറയുന്ന പേരാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. അപ്പോൾ ഇതാണ് സൈഗോട്ടീനിൽ നടക്കുന്നത്. അടുത്ത ഫേസാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസാണ് പാക്കറ്റീൻ. ഈ പാക്കറ്റീനിൽ ഈ ഇവിടെ പറഞ്ഞ ഈ ഹോമോലോഗസ് ക്രോമസോംസ് ആ പെയറിങ്, അത് സിനാപ്സിസ്. അപ്പോൾ ആ സിനാപ്സിൻ്റെ കണ്ടീഷനിൽ ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് അവ തമ്മിൽ സെഗ്മെൻറ്റ്സുകൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. അതിന് പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് സിനാപ്സിസ് ആണ്. 2 ക്രോമസോംസ് ഉണ്ട്, അതിൽ 4 ക്രൊമാറ്റിഡ്സ് ഉണ്ട്. അതിൽ ഈ 2 ക്രൊമാറ്റിഡ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്ററാണ്, ഇത് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സാണ്. പക്ഷേ ഇതും നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ്. അപ്പോൾ ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിൽ സെഗ്മെൻറ്റ്സുകൾ തമ്മിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അവിടെ ഒരു എക്സ് പോലുള്ളൊരു കോൺഫിഗറേഷൻ ഉണ്ടാകും അറ്റ് ദ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ആ എക്സ്ചേഞ്ച് നടക്കുന്ന ഭാഗത്ത് അങ്ങനെ എക്സ് പോലൊരു കോൺഫിഗറേഷൻ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കയാസ്മ എന്ന് വിളിക്കും. അതിൻ്റെ പ്ലൂറലാണ് കയാസ്മേറ്റ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ ഈസ് ദി എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് of homologous chromosomes resulting in recombination. അപ്പോൾ ആ റീകോമ്പിനേഷൻ വരാനുള്ള കാരണം, അതായത് എല്ലാ ഹ്യൂമൻസും ഇതാണ് ബോഡി സെൽസിൽ കാണുന്നത് 46 ക്രോമസോംസ് ആണ്. പക്ഷേ എല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ആ വേരിയേഷന് കാരണം അല്ല, നമ്മളെല്ലാം ഏകദേശം 0.1% ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 0.1% എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും യൂണീക്കാക്കും. ആ ഓരോ ഇൻഡിവിജ്വലിനും യൂണീക്കാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട റോളാണ് ആർക്കുള്ളത്? ഈ പ്രോസസ്സിനുള്ളത്, റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനുള്ളത്. ഓക്കെ, ഇനി ഈ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന എൻസൈമാണ് റീകോമ്പിനേസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈവൻറ്റ് എന്താണ്? പാക്കറ്റിൽ നടക്കുന്ന റീകോമ്പിനേഷൻ. ആ റീകോമ്പിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ക്രോസിംഗ് ഓവർ വഴിയാണ്. ഓക്കെ, അടുത്ത ഫേസ് ഡിപ്ലോട്ടീൻ. ഡിപ്ലോട്ടീനിൽ ഈ നേരത്തെ ഫോം ചെയ്ത സിനാപ്റ്റോനീമൽ ക്രോമസ് അത് ഗ്രാജുവലി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഗ്രാജുവലി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് റിപ്പൽ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ കയാസ്മം വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ
സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യും ഡിപ്ലോട്ടീനിലും. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് ബിഗിൻ ടു റിപ്പൽ, then chiasma become very evident or clear. Then diakinesis. ഡയാകൈനസ് ഫേസിലാണ് ഈ കയാസ്മ പതുക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്ഡ് ആകും. ആ ഡിസ്പ്ലേസ്ഡ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ടെർമിനലൈസേഷൻ. സ്ലിപ്പ് ചെയ്ത് മാറും. അപ്പോൾ ടെർമിനലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയോലസ് ഇതെല്ലാം തന്നെ ഡിസപ്പിയർ ചെയ്യും. അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. ഇതാണ് ഡയാകൈനസിസ് നടക്കുന്നത്. അപ്പോൾ ഇത് പ്രോഫേസ് 1. അതിൽ 5 സബ് സ്റ്റേജസ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ഏതാണ്? മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1-ൽ ഈ ബൈവാലൻസ് ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ മെറ്റാഫേസ് പറഞ്ഞു. അപ്പോൾ 4 ക്രോമസോംസ് ഉണ്ടെങ്കിൽ ആ 4 ക്രോമസോംസ് ഒരു വരിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നു, ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ അത് പെയറായിട്ട്, അതിനാണ് നമ്മൾ ബൈവാലൻ്റ് എന്ന് പറയുന്നത്. ആ ബൈവാലൻ്റ് ആണ് ഇവിടെ ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ മെറ്റാഫേസിൽ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഇക്വേറ്റർ. അതേസമയം മെറ്റാഫേസ് 1-ലാണെങ്കിൽ ബൈവാലൻസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി ഇക്വേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. അടുത്ത ഫേസ് ആനാഫേസ് 1. അതായത് ആനാഫേസ് നമ്മൾ പറഞ്ഞത്, ആനാഫേസിലാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത് ലോഞ്ചിറ്റ്യൂഡിലായിട്ട്. പക്ഷേ ആനാഫേസ് 1-ൽ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യില്ല. പകരം ഹോമോലോഗസ് ക്രോമസോംസ്, അതായത് സിനാപ്സ്ഡ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ബൈവാലൻസ് സെപ്പറേറ്റ് ആൻഡ് മൂവ് ഇറ്റ് ടു ഓപ്പോസിറ്റ് പോൾസ് വിത്ത് ദെയർ സെൻട്രോമിയേഴ്സ് റിമൈനിങ് അൺഡിവൈഡഡ്. അപ്പോൾ അവിടെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നില്ല. ഡിവൈഡ് ചെയ്യാത്ത സെൻട്രോമിയറുമായിട്ട് ഈ ബൈവാലൻസ് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യും. അതിന് ഡിസ്ജങ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് ആനാഫേസ് 1-ലുള്ളത്. ഇനി ടീലോഫേസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് ഓപ്പോസിറ്റ് പോൾസിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് അറൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറൈവൽ ഓഫ് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് അറ്റ് ദി റെസ്പെക്റ്റീവ് പോൾസ്. പിന്നെ ക്രോമസോംസ് എന്ത് ചെയ്യും? ക്രോമാറ്റിനായിട്ട് മാറും, നെറ്റ്വർക്കായിട്ട് മാറും, ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയോലസൊക്കെ ഡിസപ്പിയർ ചെയ്യും. അപ്പോൾ ഇതാണ് മിയോസിസ് ഫസ്റ്റ്. അങ്ങനെ 2 ഡോട്ടർ സെൽസ് ഉണ്ടാകും. ഈ ഡോട്ടർ സെൽസിൽ മിയോസിസ് സെക്കൻഡ് നടക്കുന്നു. അങ്ങനെ 4 ഡോട്ടർ സെൽസ് അറ്റ് ദ എൻഡിൽ ഫോം ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ MCQs നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമ്മുടെ നേരത്തെയുള്ള ചാപ്റ്റേഴ്സിലെല്ലാം തന്നെ MCQസിനോടൊപ്പമാണ് ആ കണ്ടൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കാരണം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി, ആ ഒരു ഓർഡർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്ന് ബ്രീഫ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് MCQs നോക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് അതിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഈ മാറ്റർ, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ച് നോക്കിയിട്ട് അതുപോലെ തന്നെ ടെസ്റ്റ് കൂടെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മെമ്മറിയിൽ നിർത്താനും സാധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഐഡിയൽ സ്റ്റേജ് ടു സ്റ്റഡി ക്രോമസോം മോർഫോളജി. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റാഫേസാണ് ദി ഐഡിയൽ സ്റ്റേജ് ടു സ്റ്റഡി ക്രോമസോം മോർഫോളജി. എന്തുകൊണ്ടാണ്? ക്രോമസോംസ് ആർ ഇൻ എ മാക്സിമം കണ്ടൻസ്ഡ് സ്റ്റേജ്. അപ്പോൾ ക്രോമസോംസ് മാക്സിമം കണ്ടൻസ് ചെയ്തിരിക്കുന്നത് കണ്ടൻസേഷൻ തുടങ്ങുന്നത് പ്രോഫേസിലാണ്, അതിൻ്റെ മാക്സിമത്തിലെത്തുന്നത് മെറ്റാഫേസിലാണ്. അതുകൊണ്ടാണ് ഐഡിയൽ സ്റ്റേജ് ടു സ്റ്റഡി ക്രോമസോം മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി, മെറ്റാഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി സ്റ്റേജ് ഇൻ വിച്ച് ദി സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഡിസൻറ്റഗ്രേറ്റ് ഈസ്. ഓപ്ഷൻസ്: ലെപ്റ്റോട്ടീൻ, ഡിപ്ലോട്ടീൻ, സൈഗോട്ടീൻ, ഡയാകൈനസിസ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് സൈഗോട്ടീനിലും അത് ഗ്രാജുവലി ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്
ഡിപ്ലോട്ടീൻ സ്റ്റേജിലുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. ഡയാകൈനസിസ്, സൈറ്റോകൈനസിസ്, ഡിപ്ലോട്ടീൻ, പാക്കറ്റീൻ. അപ്പോൾ ഇതിൽ ആൻസർ സൈറ്റോകൈനസിസ് ആണ്. അറിയാം, സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ബാക്കി എല്ലാ ഓപ്ഷൻസും പ്രോഫേസ് 1 സബ്സ്റ്റേജസ് ആണ്. അതായത് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. അപ്പോൾ 5 സബ്സ്റ്റേജസിൽ 3 സബ്സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാർക്ക് ദി ഓഡ് വൺ. അതായത് ഓഡ് വൺ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? സൈറ്റോകൈനസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി മിസ്മാച്ച്ഡ് പെയർ. ഓപ്ഷൻസ്: G1 ഫേസ്, ടൈം ഓഫ് സെൽ ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. എസ് ഫേസ്, അവിടെ സിന്തസിസ് ഓഫ് ഹിസ്റ്റോൺസ് ഉണ്ട്, ഒപ്പം DNA റെപ്ലിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു, ഒപ്പം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് സെൻട്രോമിയർ, അപ്പോൾ അതും കറക്റ്റാണ്. G2 ഫേസ്, സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഇനി G0 സ്റ്റേജ്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? അത് മെറ്റാബോളിക്കലി ആക്റ്റീവ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഇനാക്റ്റീവ് അല്ല. അത് മെറ്റാബോളിക്കലി ആക്റ്റീവാണ്, പക്ഷേ അത് പ്രോലിഫറേറ്റ് ചെയ്യില്ല. ആ ഫേസ് അത് മെറ്റാബോളിക്കലി ആക്റ്റീവാണ്, ഇനാക്റ്റീവ് അല്ല. അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് അറ്റ് വിച്ച് ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ജനറ്റിക് വേരിയേഷൻസ് ദാറ്റ് ലീഡ്സ് ടു എവല്യൂഷൻ ഓഫ് സ്പീഷീസ് മേ ഒക്കർ. അതായത് എന്താണ് ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ജനറ്റിക് വേരിയേഷൻ? ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? പറഞ്ഞതാണ് റീകോമ്പിനേഷൻ. അപ്പോൾ ആ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ സ്റ്റേജിലാണ്. അതായത് ക്രോസിംഗ് ഓവർ വഴിയാണ് ഏത് പോസിബിൾ ആകുന്നത്? റീകോമ്പിനേഷൻ. അത് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് പാക്കറ്റിൻ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേജ് ഈസ് മാർക്ക്ഡ് ബൈ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ? കയാസ്മേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലൈക്ക് കോൺഫിഗറേഷൻ ഫോംഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു എക്സ് ലൈക്ക് കോൺഫിഗറേഷനാണ് കയാസ്മ. അത് ഫോം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ സ്റ്റേജിലാണ് കയാസ്മ ഫോം ചെയ്യുന്നത്. പക്ഷേ ആ കയാസ്മ ക്ലിയറായിട്ട് കാണുന്ന ഏത് സ്റ്റേജിലാണ്? ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ്. പക്ഷേ അത് ഡിസ്പ്ലേസ് ആകുന്നത് ഡയാകൈനസിസ്. അതിനാണ് നമ്മൾ ടെർമിനലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ലിപ്പിംഗ് ഓഫ് കയാസ്മ. ഓക്കെ, അത് ഡയാകൈനസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ G1, S, G2 ഈ 3 ഫേസസും അല്ലെങ്കിൽ 3 സ്റ്റേജസും ഇൻ്റർഫേസിൻ്റെ സബ് സ്റ്റേജസ് ആണ്. അതേസമയം എം ഫേസ് അതൊരു ഇൻഡിപെൻഡൻറ്റ് ഫേസ് ആണ്. അപ്പോൾ ഓഡ് വൺ എന്ന് പറയുന്നത് എം അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ്, അതായത് പീരീഡ് ഓഫ് സെൽ ഡിവിഷൻ. മറ്റ് 3 എണ്ണവും പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ ഇൻ്റർഫേസിൻ്റെ പാർട്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് മിയോസിസ് ഫസ്റ്റ് ന്യൂക്ലിയോലസ് ഡിസപ്പിയേഴ്സ് ഡ്യൂറിങ്. അപ്പോൾ മിയോസ് ഫസ്റ്റിലെ പ്രോഫേസ് 1-ൽ 5 സബ്സ്റ്റേജസ് ഉണ്ട്. അതിൽ ലാസ്റ്റ് സബ്സ്റ്റേജാണ് ഡയാകൈനസിസ്. അപ്പോൾ ആ ഡയാകൈനസിസിലാണ് ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനുമൊക്കെ ഡിസപ്പിയർ ചെയ്യുന്നതും അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നതും. ആൻസർ ഡി ഓപ്ഷൻ, ഡയാകൈനസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മൈറ്റോസിസ് ദി സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ് ഡ്യൂറിങ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ആനാഫേസാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ആനാഫേസ് മാത്രമല്ല, ആനാഫേസ് 2-ലും സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യും. പക്ഷേ ആനാഫേസ് 2 എന്ന് പറയുന്നത് മിയോസിസിൻ്റെ പാർട്ടാണ്. അതുകൊണ്ടാണ് അത് ആൻസറായിട്ട് വരാത്തത്. അപ്പോൾ ആനാഫേസ് 2-ലും ആനാഫേസിലും സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യും. ഇവിടെ ക്വസ്റ്റ്യൻ മൈറ്റോസിസ് ആയതുകൊണ്ട് ആൻസർ ആനാഫേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് there were 4 chromosomes present during prophase 1, how many chromosomes are there in each cell at the end of anaphase 2? അപ്പോൾ നമുക്കറിയാം മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ്.
പാരൻ്റ് സെല്ലിൽ എത്ര ക്രോമസോംസ് ഉണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും ഡോട്ടർ സെൽസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ക്രോമസോംസ് എത്രയാണ്? പാരൻ്റ് സെല്ലിൽ 4 ആണ്. അപ്പോൾ ഡോട്ടർ സെൽസ് എത്രയേ വരത്തുള്ളൂ? 2. അപ്പോൾ അത് ആനാഫേസ് 2 ആണ്, അല്ലെങ്കിൽ ടീലോഫേസ് 2 ആണ്, അല്ലെങ്കിൽ എന്താണ് മെറ്റാഫേസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മെറ്റാഫേസ് 2 ഒക്കെ ആണെങ്കിലും ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്: സിനാപ്സിസ്, റീകോമ്പിനേഷൻ, കൈനറ്റോകോർ, കയാസ്മ. അപ്പോൾ ഇതിൽ ആൻസർ സി കൈനറ്റോകോറാണ്. കൈനറ്റോകോർ എന്ന് പറയുമ്പോൾ അതും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്രോമസോമിലെ പ്രൈമറി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെൻട്രോമിയറിൻ്റെ 2 സൈഡ്സിലായിട്ട് കാണുന്ന ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്, അതിനെയാണ് കൈനറ്റോകോർ എന്ന് വിളിക്കുന്നത്. അത് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ കറസ്പോണ്ടിങ് സൈഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഈ കൈനറ്റോകോസിലാണ്. അപ്പോൾ അത് ക്രോമസോമിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു അല്ലെങ്കിൽ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ടാണ് കൈനറ്റോകോർ. ബാക്കിയെല്ലാം തന്നെ പ്രോഫേസ് 1 സബ്സ്റ്റേജസിൽ ഉണ്ടാകുന്ന ഈവൻസും അല്ലെങ്കിൽ ഒരു ഈ കയാസ്മ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ കോൺഫിഗറേഷനാണ്, അതും ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ സിനാപ്സിസ് എന്ന് വെച്ചാൽ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്, റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതുവഴി ഉണ്ടാകുന്ന എക്സ്റേ കോൺഫിഗറേഷനാണ് കയാസ്മ. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഓഡ് 1 എന്ന് പറയുന്നത് കൈനറ്റോകോർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേജ് ദി ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് while sister chromatids remain associated at their centromeres? അതായത് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യാതിരിക്കുന്ന സ്റ്റേജ് ഏതാണ്? അപ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത് ആനാഫേസിലും ആനാഫേസ് 2-ലുമാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാതെ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യുന്ന ഫേസ് ആനാഫേസ് 1 ആണ്. അപ്പോൾ ആനാഫേസ് 1-ൽ മാത്രമേ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. മാത്രമല്ല ബൈബാലൻസ് സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് മോഡ്സിലോട്ട് മൂവ് ചെയ്യും. അതേസമയം ആനാഫേസിലും ആനാഫേസ് 2-ലും സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈച്ച് ക്രോമസോം മൂവ് ടു സ്പിൻഡിൽ ഇക്വേറ്റർ ആൻഡ് ഗെറ്റ് അലൈൻ ദെയർ ഡ്യൂറിങ്. അപ്പോൾ ഈ ക്രോമസോംസ് ഇക്വേറ്ററിൽ വരുന്നത് മെറ്റാഫേസിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ മെറ്റാഫേസ് ആണ്. അപ്പോൾ മെറ്റാഫേസ് 1-ലും ക്രോമസോംസ് ഇക്വേറ്ററിലാണ് വരുന്നത്. പക്ഷേ മെറ്റാഫേസ് 1 ബൈബാലൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറ്റാഫേസ് 1-ൽ ബൈബാലൻസ് ആയിട്ടാണ് ഇക്വേറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം മെറ്റാഫേസിലും മെറ്റാഫേസ് 2-ലും ക്രോമസോംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്താൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ആൻസർ ഡി ഓപ്ഷനാണ്, മെറ്റാഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് ഡ്യൂറേഷൻ ഓഫ് സൊമാറ്റിക് സെൽ സൈക്കിൾ ഓഫ് എ ഹ്യൂമൻ സെൽ. അപ്പോൾ ഒരു ഹ്യൂമൻ സെൽ അണ്ടർ കൾച്ചർ അതിൻ്റെ ഡ്യൂറേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അത് 24 hours എന്നാണ് നമ്മുടെ NCERT-ക്കകത്ത് പറയുന്നത്. അതുപോലെ ഈസ്റ്റ് സെല്ലിൻ്റെ ഡ്യൂറേഷനും പറയുന്നുണ്ട്, സൊമാറ്റിക് സെൽ സൈക്കിൾ. അത് 90 minutes എന്നാണ് പറയുന്നത്. ഈസ്റ്റ് സെല്ലിൻ്റെ സൊമാറ്റിക് സെൽ സൈക്കിൾ ഡ്യൂറേഷൻ 90 minutes, ബാക്ടീരിയ ആണെങ്കിൽ 20 minutes, ഹ്യൂമൻ സെൽ അണ്ടർ കൾച്ചർ ആണെങ്കിൽ 24 hours. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ഈവൻസ് ആർ ട്രൂ എബൌട്ട് പ്രോഫേസ്? അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടൻസേഷൻ ഓഫ് ക്രോമാറ്റിൻ ഒക്കർ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് ബിഗിൻ ടു അപ്പിയർ, അതും കറക്റ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂക്ലിയോലസ് ആൻഡ് ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇൻ ആനിമൽ സെൽസ് സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ്സ്. അപ്പോൾ അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് പ്രോഫേസിലല്ല, എസ് ഫേസിലാണ്. അപ്പോൾ അതാണ് തെറ്റായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ക്രോമോസോംസ് ആർ സീൻ ടു ബി കമ്പോസ്ഡ് ഓഫ് 2 chromatids attached
ടുഗദർ അറ്റ് ദി സെൻട്രോമിയർ. അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, ബാക്കി 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ D4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈവാലൻസ് ആർ ഫോംഡ് ഡ്യൂറിങ്. ബൈവാലൻസ് എന്ന് വെച്ചാൽ ആ സിനാപ്സിൻ്റെ കണ്ടീഷനിലുള്ള ആ 2 ക്രോമസോംസ് ഇങ്ങനെ പെയർ ചെയ്ത് കാണുന്നതിനെയാണ് നമ്മൾ ബൈവാലൻസ് എന്ന് വിളിക്കുന്നത്. അത് ഫോം ചെയ്യുന്നത് ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, സൈഗോട്ടിൻ സ്റ്റേജിലാണ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. അതാണ് സിനാപ്സിസ്. അത് 2 ക്രോമസോംസ് ഉള്ളതുകൊണ്ട് ബൈവാലൻ്റ് എന്നും 4 ക്രോമാറ്റിഡ്സ് ഉള്ളതുകൊണ്ട് ടെട്രാഡെന്നും പറയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ഈവൻറ്റ്സ് ഇൻ പ്രോഫേസ് 1. അപ്പോൾ ആ പ്രോഫേസ് 1-ൽ 5 സബ് സ്റ്റേജസ് നമുക്കറിയാം: ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്നത് സി ഓപ്ഷനാണ്, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് മിയോസിസ് സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് അറ്റ്. അപ്പോൾ അത് ഒത്തിരി പ്രാവശ്യം നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഈ സെൻട്രോമിയർ, ക്രോമസോമിലെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നത് 2 സ്റ്റേജസിലാണ്. ഒന്ന്, അത് മൊത്തം സെൽ ഡിവിഷൻ എടുക്കുമ്പോൾ ആനാഫേസിലും ആനാഫേസ് 2-ലും, ആനാഫേസിലും ആനാഫേസ് 2-ലുമാണ് സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യുന്നത്. ആനാഫേസ് 1-ൽ സെൻട്രോമിയർ ഡിവൈഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഡ്യൂറിങ് മിയോസിസ് സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് അറ്റ്. അപ്പോൾ ആൻസർ ആനാഫേസ് 2, കാരണം ആനാഫേസ് 2 വരുന്നത് മിയോസിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്? സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫസ്റ്റ്, സൊമാറ്റിക് സെൽ സൈക്കിൾ ഡ്യൂറേഷൻ ഓഫ് ഈസ്റ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, 90 minutes ആണ്. അതുപോലെ റെപ്ലിക്കേഷൻ ഓഫ് DNA ഡസ് നോട്ട് ഒക്കർ ഇൻ ഇൻ്റർകൈനസസ്. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഫേസേ ഉള്ളൂ, യെസ് ഫേസ് ഓഫ് ഇൻ്റർഫേസ്. ഇൻ്റർകൈനസിസ് എന്ന് പറയുമ്പോൾ മിയോസിസ് ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്കുള്ള പീരീഡാണ്, അവിടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് കറക്റ്റാണ്. ഇൻ പ്ലാന്റ് സെൽസ് വാൾ ഫോർമേഷൻ ബിഗിൻസ് ഇൻ ദി സെൻറ്റർ ഓഫ് ദി സെൽ, എന്നിട്ട് പെരിഫറിയിലോട്ട് പോകും, അതും കറക്റ്റ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് സ്റ്റാർട്ട് ദെയർ ലൈഫ് സൈക്കിൾ ഫ്രം സൈഗോട്ട്. അപ്പോൾ എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസും അതിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിംഗിൾ സെൽഡ് സൈഗോട്ടിൽ നിന്നാണ്. അത് യൂഷ്വലി ഡിപ്ലോയിഡ് ആയിരിക്കും, അതായത് ഫ്യൂഷൻ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതും കറക്റ്റാണ്. അടുത്ത്, സിൻസീഷ്യം ഒക്കേഴ്സ് വെൻ സൈറ്റോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ കാരിയോകൈനസിസ്. അപ്പോൾ അവിടെ സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനെയാണ് സിൻസീഷ്യം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് സമാനമായൊരു ടേം നമ്മൾ 2nd ചാപ്റ്ററിൽ ഫഞ്ചയിൽ പഠിച്ചിട്ടുണ്ട്, അതായത് സീനോസിറ്റിക് എന്ന് പറയും. അതായത് ഫഞ്ചയെ 4 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫൈക്കോമൈസിസ്, അസ്കോമൈസിസ്, ബെസിഡിയോമൈസിസ്, ഡിറ്റുരോമൈസിസ്. അതിൽ ഫൈക്കോമൈസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് സീനോസിറ്റിക് കണ്ടീഷൻ, അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സിൻസീഷ്യം എന്ന് പറയുന്നതും മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ കോക്കനട്ട് പ്ലാന്റ്, അതിലെ കോക്കനട്ടിലെ എൻഡോസ്പേം, ആ എൻഡോസ്പേം 2 തരത്തിലുള്ള എൻഡോസ്പേമാണ്. അത് സോളിഡ് എൻഡോസ്പേം, അതായത് ആ ചിരട്ടയുടെ ചുറ്റും കാണുന്ന ആ വൈറ്റ് കർണൽ, അത് സോളിഡ് അല്ലെങ്കിൽ സെല്ലുലാർ എൻഡോസ്പേമാണ്. ആ കരിക്കിൻ വെള്ളം, അത് തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമാണ്. അപ്പോൾ ആ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം, ആ ലിക്വിഡ്, അതിനെ നമ്മൾ സിൻസീഷ്യം എന്നാണ് പറയുന്നത്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ ആ മൾട്ടി ന്യൂക്ലിയർ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്? അത് സൈറ്റോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ കാരിയോകൈനസിസ് അല്ല, കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ് ആണ്. അപ്പോൾ ഇങ്ങനെയല്ല അത് വരേണ്ടത്, അതായത് കാരിയോകൈനസിസ് ഈസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ് എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അവിടെ ചോദിച്ചത് എത്ര സ്റ്റേറ്റ്മെൻറ്റാണ് ഫോൾസ്? അപ്പോൾ ആൻസർ 1, ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു കൈനറ്റോകോസ് ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ്. അതായത് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്ന പ്രോഫേസിലാണ്. ആ ഫോം ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമിലെ ആ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ സൈഡിലുള്ള കൈനറ്റോകോറിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ക്രോമസോംസ് മെറ്റാഫേസിലും ഈ ഇക്വേറ്ററിൽ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത് മെറ്റാഫേസിലാണ്. ഓക്കെ, മെറ്റാഫേസ്. അപ്പോൾ സ്പിൻഡിൽ ഫൈബേഴ്സ് ഗെറ്റ് അറ്റാച്ച് ടു കൈനറ്റോകോസ് ഓഫ് ക്രോമസോംസ് ഡ്യൂറിങ് മെറ്റാഫേസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്താൽ അത് നമ്മുടെ ഡിസ്കഷൻ വളരെ സ്പീഡിൽ പോയി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ തൊട്ട് മുമ്പായിട്ട് വളരെ ബ്രീഫ് ചെയ്ത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഏത് വരുന്നത്, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അത് രണ്ടും കൂടെ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.